നമസ്കാരം. ഒരു കാലത്ത് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവരെക്കാൾ കൂടുതൽ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടനാണ് ദിലീപ്. വൈകാരികമായ മുഹൂർത്തങ്ങളും അതേസമയം തന്നെ കോമഡിയുമൊക്കെ ഒത്തിണങ്ങിയ ചിത്രങ്ങളിലൂടെയായിരുന്നു ദിലീപിന്റെ മുന്നേറ്റം. ഇതോടെ ഫാമിലിയെയും കുട്ടികളെയും ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുള്ളവരെയും സ്വാധീനിക്കാൻ ദിലീപിനായി. അതോടെ ജനപ്രിയ നായകൻ എന്ന ലേബലിൽ മലയാളികൾ ചാർത്തി കൊടുക്കുകയും ചെയ്തു. പലപ്പോഴും വമ്പൻ താരങ്ങളുടെ ചിത്രങ്ങളെക്കാൾ ഏറെ ദിലീപ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയിരുന്നു. വമ്പൻ പരാജയത്തിലേക്ക് നീങ്ങിയിരുന്ന മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു നിർത്തിയിരുന്നത് ദിലീപ് ചിത്രങ്ങളായിരുന്നു. മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം ഹിറ്റുകൾ സമ്മാനിച്ച താരമായിരുന്നു ദിലീപ്. കുടുംബ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത ചിത്രങ്ങളായിരുന്നു ഇതിലേറെയും. അതിനിടയിലേക്കാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് വരുന്നത്. ഇതോടെ വമ്പൻ പരാജയമാണ് ദിലീപിനെ നേരിടേണ്ടതായി വന്നിരുന്നത്. ഇതിനിടയിൽ അടുത്ത കാലത്തായി ദിലീപിന്റെ ഒട്ടേറെ ചിത്രങ്ങൾ കുടുംബ പ്രേക്ഷകർ ലക്ഷ്യമിട്ട് പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ അവയൊന്നും തന്നെ വിചാരിച്ചതുപോലെ വിജയമായിരുന്നില്ല. ചിലതൊക്കെ തിയേറ്ററുകളിൽ വമ്പൻ പരാജയമായപ്പോൾ OTTക്ക് പോലും വേണ്ടാത്ത നിലയിലേക്ക് ആയിരുന്നു കൂപ്പുകുത്തിയത്. എന്നാൽ തന്റെ തിരിച്ചുവരവ് എന്നോണം പുതിയ ചിത്രവുമായി എത്തുകയാണ് നടൻ. അതിന്റെ പ്രൊമോഷൻ തിരക്കുകളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ദിലീപിന്റെ 150ാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് പുതുമുഖ സംവിധായകൻ പിന്റോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ദിലീപിന് പുറമെ സിദ്ദിഖ്, മഞ്ജു പിള്ള, ബിന്ദു പണിക്കർ, ജോണി ആന്റണി, ധ്യാൻ ശ്രീനിവാസൻ, ഉർവശി, ജോസ്കുട്ടി ജേക്കബ് തുടങ്ങിയ വൻ താരനിരയുണ്ട്. ദിലീപ് എന്ന നടനിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ജോസ്കുട്ടി ജേക്കബ് അഭിപ്രായപ്പെടുന്നത്. ആ സിനിമ ആളുകളെ എങ്ങനെ സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് ആശങ്കയുള്ളൂ. നല്ല സിനിമകളായാൽ അത് ഓടുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ആ സബ്ജക്റ്റിൽ നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് സിനിമ ഇറങ്ങി നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആത്മവിശ്വാസം. ഇതുവരെ കണ്ട ദിലീപേട്ടനെ ഈ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അതായത് മൊത്തത്തിൽ പുതിയൊരു അപ്രോച്ചാണ് സ്വീകരിച്ചത്. പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദിലീപേട്ടൻ അടക്കമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ തമ്മിൽ ദീർഘനാളായി ബന്ധം ഉള്ളതുപോലെയാണ്. പുതുതായി വരുന്ന ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർക്കറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മളെയും അവരുടെ കൂട്ടത്തിൽ കൂട്ടി കൊണ്ടുപോകുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു. പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല സിനിമയാണെന്ന് തുടക്കം മുതൽ തന്നെ നമുക്കറിയാം. സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ചെറിയൊരു വേഷമാണ്. ആ വേഷത്തിലൂടെ അടുത്ത സിനിമയിലേക്ക് അവസരം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഈ ചിത്രം ദിലീപേട്ടന് ശക്തമായൊരു തിരിച്ചുവരവായിരിക്കും. സിനിമയുടെ തുടക്കം മുതൽ തന്നെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്ന കാര്യം എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വേഷം ഉണ്ടെന്ന കാര്യം എനിക്ക് അറിയാമായിരുന്നു. അത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായി. സ്വാഭാവികമായും അങ്ങനെ വരുമല്ലോ. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ചോദിക്കാനും മടിയുണ്ട്. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ആരാണ് ആ വേഷം ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആക്ച്വലി ഈ ഒരു ക്യാരക്ടർ 24-25 വയസ്സുള്ള ഒരു പയ്യനാണ്. എൻ്റെ വയസ്സുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് ഈ ക്യാരക്ടറിന്. അതുകൊണ്ട് തന്നെ അത് നടക്കില്ലെന്ന് മനസ്സിലായി. വീണ്ടും ചർച്ചകൾ നടന്നപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം എന്നതിലേക്ക് എത്തി. ആ സമയത്ത് ഞാൻ 73 കിലോയുണ്ട്. പരമാവധി വന്നാൽ ആ കഥാപാത്രം ചെയ്യുന്നയാളുടെ ഭാരം 65 കിലോയിൽ നിൽക്കണം. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന നിലയിലാണ് സംവിധായകൻ എന്നോട് ഭാരം കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. ഷൂട്ട് തുടങ്ങാൻ ഒരു മാസമേ ഉള്ളൂ. പിന്നീട് കഠിനാധ്വാനത്തിലൂടെയാണ് 65 കിലോയിൽ എത്തിച്ചത്. ഡയറക്ടർ നേരിട്ട് കണ്ടപ്പോൾ നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. ഇനി നീ ഭാരം കുറയ്ക്കേണ്ടെന്നും താടിയൊക്കെ ഡ്രീം ചെയ്താൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ ലുക്ക് ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. ഒരവസരം വന്നപ്പോൾ ഞാൻ അതിനുവേണ്ടി പരമാവധി ട്രൈ ചെയ്തുവെന്നും ജോസുകുട്ടി ജേക്കബ് പറയുന്നു. ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. തുടരും മോഹൻലാൽ എന്ന നടന്റെ തിരിച്ചുവരവാണ് എന്ന് ആരാധകർ പറയുന്നത് പോലെ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ തിരിച്ചുവരവാണ് എന്നാണ് നടന്റെ ആരാധകർ പറയുന്നത്. 2017 അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാമലീലയ്ക്ക് ശേഷം ദിലീപിന് വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. ജാക്ക് ആൻഡ് ഡാനിയൽ, കേശു ഈ വീടിന്റെ നാഥൻ മുതൽ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ ബാന്ദ്രയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അതിനിടയിലാണ് വലിയ ഹൈപ്പൊന്നും കൂടാതെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ആരാധകർ ആഘോഷമാക്കുന്നത്. ഇപ്പോൾ വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം ഇതുപോലെ മനസ്സറിഞ്ഞ് ചിരിച്ചു കാണുന്നതെന്നാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ദിലീപിന്റെ കരുത്തുറ്റ മേഖലയായ കോമഡിയിൽ ഇക്കുറി പാളിപ്പോയിട്ടില്ല എന്നും ആരാധകർ എടുത്തു പറയുന്നുണ്ട്. പഴയ ദിലീപിനെ ഇതിൽ കാണാമെന്നാണ് ഒരു ആരാധകൻ പറയുന്നത്. ഇപ്പോൾ ദിലീപ് അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം ഈ പടത്തിൽ കാണാമെന്നാണ് സിനിമ കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകന്റെ പ്രതികരണം. ജനഗണമന സംവിധായകൻ ഡിജോ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനൊപ്പം സിനിമ കാണാൻ എത്തിയിരുന്നു. ഗംഭീര പടമാണ് എന്നാണ് ഡിജോ തിയേറ്ററിൽ പുറത്തുവെച്ച് പ്രതികരണം തേടിയ യൂട്യൂബ് ചാനൽ പ്രതിനിധികളോട് പ്രതികരിച്ചത്. എല്ലാവരും കാണേണ്ട ചിത്രമാണെന്നും ദിലീപിന്റെ ഗംഭീര പെർഫോമൻസ് ആണെന്നും ഡിജോ പറഞ്ഞു. ഇന്നത്തെ കാലത്തെ വിഷയം പറയുന്ന ഒരു കഥയാണെന്ന് തോന്നിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിരുന്നു. ദിലീപേട്ടൻ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇതൊരു കറകളഞ്ഞ പക്ക ഫാമിലി എന്റർടൈൻമെന്റ് ആണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. ദിലീപ് തങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ച് ഏൽപ്പിച്ച സിനിമയാണ്. അഭിനേതാക്കളെയോ ടെക്നീഷ്യൻസ്മാരെയോ തെരഞ്ഞെടുക്കുന്നതിലടക്കം ദിലീപ് ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തുവെന്നും ലിസ്റ്റിൻ പറഞ്ഞു. അതേസമയം ചിത്രം നിരാശയാണ് സമ്മാനിച്ചതെന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമ ഒരു തരത്തിലും പ്രേക്ഷകനോട് കണക്ട് ആകുന്നില്ല. ഒരു ശരാശരി ആദ്യ പകുതിക്ക് ശേഷം ക്രിഞ്ച് ഫെസ്റ്റ് ആയ രണ്ടാം പകുതിയാണ് വന്നത്. ചില തമാശകൾ
ഇടയ്ക്കിടെ ചിരിപ്പിച്ചെങ്കിലും വളരെ മോശം തിരക്കഥയിൽ പിറന്ന ഒരു ദുരന്തമായാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അനുഭവപ്പെട്ടത്. ദിലീപ് തന്റെ കഥാപാത്രത്തെ ആവും വിധം ഭംഗിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രായക്കൂടുതൽ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ഇത്തരം വേഷങ്ങൾ ദിലീപ് ഇനി ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പ്രായത്തെയൊക്കെ കഥയിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വേഷത്തിൽ ഇനി ദിലീപിനെ കാണാൻ കഴിയില്ല. 50 വയസ്സൊക്കെ കഴിഞ്ഞു എന്നൊരു ബോധം ഇനിയെങ്കിലും കാണിക്കണം. നായികയായി വന്ന നടി നല്ല ബോറായിരുന്നു. അവരുടെ കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആ കഥാപാത്രം എഴുതിയ ആളെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആശ്വാസമായത് ജോണി ആന്റണിയാണ്. ജോണി ആന്റണി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സിദ്ദീഖ്, ബിന്ദു പണിക്കർ എന്നിവർ ഒക്കെ നന്നായി. ധ്യാൻ ഒരു സൈഡ് റോൾ മാത്രമായിരുന്നു. മഞ്ജു പിള്ള ഒക്കെ ഇപ്പോൾ ടൈപ്പ് കാസ്റ്റ് ആണ് എന്നാണ് ഒരു പ്രേക്ഷകന്റെ പ്രതികരണം. ഇയാൾക്കെതിരെയും കടുത്ത വിമർശനം പലരും ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. 150ാമത്തെ സിനിമ ആകുമ്പോൾ വലിയ സിനിമ ചെയ്യേണ്ടതെന്ന് എന്നോട് പലരും ചോദിച്ചു. എന്നാൽ എന്നെ പിന്തുണച്ചത് കുടുംബങ്ങളാണ്. അതുകൊണ്ടാണ് അവർക്ക് കൂടി വേണ്ടി കുടുംബ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ചെയ്തത്. ഇപ്പോൾ മൊത്തത്തിൽ സിനിമ മാറി എന്ന് പറയുന്നുണ്ട്. സിനിമയുടെ ട്രീറ്റ്മെന്റിൽ പറയുന്ന രീതിയിൽ കണ്ടന്റുകളുടെ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 30 വർഷമായി പലതരം സിനിമ ചെയ്തു. ഹ്യൂമറിന്റെ പീക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയുണ്ട്. ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ നമ്മുടെ മുൻപിലേക്കും വരുന്നില്ല. ലാലേട്ടൻ അടക്കമുള്ളവരെ കുറിച്ച് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം കഴിഞ്ഞ 30 വർഷമായി പല തരത്തിലുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞു. ഇനി പുതിയതായി നിങ്ങളിൽ നിന്ന് എന്തെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും ചോദിക്കുന്നത് അതാണ്. പുതുതായി എന്താണ് എന്ന് വേറൊരാൾ കൊണ്ടുവരികയാണല്ലോ. ഞങ്ങളുടെ പഴയ ദിലീപ് എന്ന് പറയുമ്പോൾ അത് വേണ്ട. അതിന് ഞാൻ തെറി കേൾക്കുമെന്ന് പറയും. കണ്ടന്റ് വൈസ് പഴയതാണെങ്കിലും പുതുതലമുറ വരുമ്പോൾ പുതുമ തോന്നും. എന്നാൽ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ അത് പഴയതാകും. ഇതുവരെ കൈവയ്ക്കാതെ രീതിയിലേക്ക് നമ്മൾ മാറണം. പക്ഷേ നമ്മളിലേക്ക് അത് വന്നാലല്ലേ മാറാൻ സാധിക്കും. ഇതുവരെ ചെയ്തതൊക്കെ മുൻപ് കമ്മിറ്റ് ചെയ്ത പടങ്ങളാണ്. എന്നാൽ പ്രിൻസ് ആൻഡ് ദി ഫാമിലി, ബബ്ബ ബബ്ബ ഒക്കെ പുതിയ തലമുറയിലെ സംവിധായകർക്കൊപ്പം ചെയ്യുന്ന പടങ്ങളാണ്. ബബ്ബ ബബ്ബ വലിയ സ്കെയിൽ ഉള്ള പടമാണ്. 5 വർഷമായി ഞാൻ അങ്ങനെയുള്ള പടങ്ങൾ ചെയ്തിട്ടില്ല. സിനിമ കാണുമ്പോൾ പലരും പറയും ദിലീപ് വളരെ ഗ്ലൂമി ആയിട്ടാണ് അഭിനയിക്കുന്നതെന്ന്. അത് കഥാപാത്രങ്ങളാണ് ഗ്ലൂമിയാക്കുന്നത്. എപ്പോഴും സങ്കടമാണെന്ന് പറയും. സങ്കടമൊക്കെ ഉണ്ട്. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ കഥാപാത്രത്തോട് നീതി പുലർത്താൻ ശ്രമിക്കും. പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുടുംബം, അതിൻ്റെ സഫർ ചെയ്ത വിഷയങ്ങൾ, കാര്യങ്ങൾ, എങ്ങനെയും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ. സിനിമ പൊട്ടിയാൽ പോലും നമുക്ക് പ്രഷറാണ്. പക്ഷേ ക്യാമറയുടെ മുന്നിൽ കഥാപാത്രമാണ്. കട്ടിനും ആക്ഷനും ഇടയിൽ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ നൽകണമെന്നും ദിലീപ് പറഞ്ഞിരുന്നു. അടുത്തിടെ തന്റെ സമയദോഷത്തെക്കുറിച്ച് ദിലീപ് തുറന്നു പറഞ്ഞ വാക്കുകളും ഈ വേളയിൽ വൈറലാകുന്നുണ്ട്. എന്തിനാണ് പലർക്കും തന്നോട് ഇത്ര ശത്രുത എന്ന് അറിയില്ലെന്നാണ് ദിലീപ് കുറച്ചുനാൾ മുമ്പ് പറഞ്ഞത്.